നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ADGPയെ മാറ്റുന്നതിൽ തീരുമാനമായില്ല. വിഷയം ചർച്ച ചെയ്യാതെ മന്ത്രിസഭാ യോഗം. നിർണായക LDF യോഗം വൈകിട്ട്. ADGPയെ ന്യായീകരിച്ച സ്പീക്കറിനെ തള്ളി ഡെപ്യൂട്ടി സ്പീക്കർ. 4 ദിവസത്തെ അവധി അപേക്ഷ പിൻവലിച്ച് MR അജിത് കുമാർ. ഭാരത വിരുദ്ധർക്ക് കുടപിടിച്ച് രാഹുൽ. കശ്മീർ പാകിസ്ഥാന് വിട്ടുനൽകണമെന്ന് വാദിക്കുന്ന ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാവ്. രാജ്യവിരുദ്ധ ശക്തികളുമായുള്ള രാഹുലിന്റെ കൂട്ടുകെട്ടിൽ പ്രതിഷേധം ശക്തം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ഉടൻ കൈമാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഹൈക്കോടതി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ പാലിക്കുമെന്നും മന്ത്രി. മുഖ്യമന്ത്രിയെ കണ്ട് WCC അംഗങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ അടക്കം ചർച്ചയായി. തിരുവനന്തപുരം വെള്ളറടയിൽ വാഹനമിടിച്ച് പരിക്കേറ്റയാളെ കടമുറിയിൽ പൂട്ടിയിട്ടു. നെയ്യാറ്റിൻകര സ്വദേശി സുരേഷ് മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ. നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത് ദുർഗന്ധം വമിച്ചതിനു പിന്നാലെ. കലവൂരിലെ സുഭദ്രയുടെ കൊലപാതക പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതം. ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടങ്ങളിൽ ഗൂഢാലോചന എന്ന നിഗമനത്തിൽ അന്വേഷണ ഏജൻസികൾ. ഭീകരവാദ ബന്ധമടക്കം അന്വേഷിക്കും. കാൺപൂരിൽ പ്രാഥമിക വിവരശേഖരണം നടത്തി NIA. അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പോരടിച്ച് കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും. ട്രംപിനെതിരായ ക്രിമിനൽ കുറ്റങ്ങളടക്കം ആയുധമാക്കി കമല. അഭയാർത്ഥി പ്രശ്നം ഉന്നയിച്ച് ട്രംപ്. ഗർഭഛിദ്ര നിയമങ്ങളിലും ശക്തമായ വാഗ്വാദം. Access to reproductive health care, which is under full-on attack in America today. And it's outrageous. There are states that have passed laws that will virtually prevent women from having access to reproductive health care. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തോൽവി. കൊളംബിയയോട് തോറ്റത് 1-നെതിരെ 2 ഗോളുകൾക്ക്. വിശദമായ വാർത്തകൾ നോക്കാം. രാഷ്ട്രവിരുദ്ധ നിലപാട് തുടർന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ. കശ്മീർ പാകിസ്ഥാന് വിട്ടുനൽകണമെന്ന് വാദിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ നേതാവ് ഇൽഹാൻ ഒമറുമായി രാഹുൽ വിദേശത്ത് കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി രാഹുൽ ഒന്നിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. അമേരിക്കയിൽ വിവിധ പരിപാടികളിൽ ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തിയതിന് പിറകെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ കശ്മീർ പാകിസ്ഥാന് വിട്ടുനൽകണമെന്ന് വാദിക്കുന്ന ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിരന്തരം ഭാരതത്തിനെതിരെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇൽഹാൻ ഒമറുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കൂടാതെ ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ പാവയാണ് രാഹുലെന്നും ഭാരത വിരുദ്ധ പ്രതികരണങ്ങൾ ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും BJP ആരോപിച്ചു. മതത്തിന്റെയും പ്രദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കാനാണ് രാഹുലും കോൺഗ്രസും ശ്രമിക്കുന്നത്. വിഘടനവാദികളുടെ ശബ്ദമായി മാറിയ രാഹുലിന് ജനങ്ങൾ മറുപടി നൽകുമെന്നും BJP MPയും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് സിംഗ് ഠാക്കൂർ വ്യക്തമാക്കി. देश और विदेश में स्पष्ट तौर पर दिखाती है कि आज भी वो जिम्मेदारी मिलने के बावजूद भी गैर जिम्मेदाराना बयान ही देंगे. वो सुर्खियों में बने रहने के लिए अफवाहें फैलाने का, झूठ बोलने का काम करते ही रहेंगे. സിഖ് സമൂഹത്തിന് ഇന്ന് തലപ്പാവും കൃപാണും ധരിച്ചുകൊണ്ട് ഗുരുദ്വാരയിൽ പോകാൻ പോരാട്ടം നടത്തേണ്ട സാഹചര്യമാണെന്ന രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി സിഖ് സമൂഹം തന്നെ രംഗത്തെത്തി. ഇന്ന് ഭാരതത്തിൽ അത്തരം സാഹചര്യമില്ലെന്നും ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് അരങ്ങേറിയ സിഖ് കൂട്ടക്കൊല കോൺഗ്രസ് മറന്നാലും സിഖ് സമൂഹം മറക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭാരതത്തിന്റെ സാമ്പത്തിക ഉൽപാദന മേഖല പരാജയമാണെന്നും ചൈന ഇക്കാര്യങ്ങളിൽ വിജയം നേടിയെന്നും രാഹുൽ പ്രസ്താവന നടത്തിയിരുന്നു. ജനം, ഡൽഹി. പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ സിഖ് പരാമർശങ്ങൾ ദേശസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭാരതത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവരുമായി ചേർന്ന് രാഹുൽ പ്രവർത്തിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യൻ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. വിവാദങ്ങൾക്കിടെ അവധി അപേക്ഷ പിൻവലിച്ച് ADGP MR അജിത് കുമാർ. അവധി വേണ്ടെന്ന് സർക്കാരിന് കത്ത് നൽകി. ശനിയാഴ്ച മുതൽ 4 ദിവസത്തേക്കായിരുന്നു അവധി അപേക്ഷ.
സ്വകാര്യ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ അപേക്ഷയിലാണ് ആഭ്യന്തര വകുപ്പ് നേരത്തെ ADGP MR അജിത് കുമാറിന് അവധിക്ക് അനുമതി നൽകിയത്. സെപ്റ്റംബർ 14 മുതൽ 17 വരെ 4 ദിവസത്തേക്കായിരുന്നു അവധിക്ക് അപേക്ഷ നൽകിയതെങ്കിലും ഇത് കൂടുതൽ ദിവസത്തേക്ക് നീട്ടുമെന്നും വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി അവധി അപേക്ഷ ADGP പിൻവലിച്ചത്. അവധി വേണ്ടെന്ന് കാട്ടി ADGP സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. മലപ്പുറത്തെ പോലീസ് സംവിധാനം പൂർണ്ണമായി പൊളിച്ചെഴുതിയതിന് പിന്നാലെയാണ് അജിത് കുമാർ അവധിക്കായി നൽകിയ അപേക്ഷ പിൻവലിക്കുന്നത്. വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് അവധിയിൽ പ്രവേശിച്ചാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് അപേക്ഷ പിൻവലിക്കുന്നതിന് അജിത് കുമാർ നൽകുന്ന ന്യായീകരണം. ADGP അവധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിവാദം തടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സർക്കാരിനെയും അമ്പരിപ്പിച്ചുകൊണ്ടാണ് പുതിയ നീക്കം. ജനം, തിരുവനന്തപുരം. ADGP വിവാദങ്ങളിൽ ഘടകകക്ഷികൾക്കിടയിൽ അതൃപ്തി നിലനിൽക്കെ നിർണായക LDF യോഗം 3 മണിക്ക് ചേരും. TP രാമകൃഷ്ണൻ കൺവീനറായതിനു ശേഷമുള്ള ആദ്യ യോഗത്തിൽ വിവാദങ്ങളിൽ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി വിശദീകരിക്കും. വെളിപ്പെടുത്തലുകളിൽ പോലീസ് പരിശോധന തുടരുമെന്നായിരിക്കും മുഖ്യമന്ത്രി യോഗത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. CPIയും RJDയും ADGPയെ മാറ്റണം എന്ന നിലപാട് ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ PV അൻവറിന്റെ ആരോപണങ്ങളും ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടിയേക്കും. PV അൻവർ MLA പോലീസിനെതിരായ പരാതി സ്വീകരിക്കാൻ തുടങ്ങിയ വാട്സപ്പ് നമ്പർ ബ്ലോക്കായി. ഒരു നമ്പർ പോയാൽ വേറെ 1000 നമ്പർ വരുമെന്ന് PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. എല്ലാം ക്ലീനാക്കിയിട്ടേ ഇനി പരിപാടി നിർത്തുകയുള്ളൂവെന്നും അൻവർ. പോലീസിന്റെ ക്രിമിനലിസത്തിന് ഇരകളായവർക്ക് പരാതി അറിയിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ വാട്സപ്പ് നമ്പർ പുറത്തുവിട്ടത്. 8304855901 എന്ന നമ്പറിലൂടെ ഇത്തരം ക്രൂരതകൾ ജനങ്ങൾക്ക് അറിയിക്കാമെന്നും അൻവർ പറഞ്ഞു. എന്നാൽ നമ്പർ ബ്ലോക്ക് ആക്കിയതായാണ് അൻവർ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അൻവറിന്റെ പരാമർശം. ഒരു വാട്സപ്പ് നമ്പർ പബ്ലിഷ് ചെയ്തപ്പോഴേക്കും പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു. പോലീസിലെ പുഴുക്കുത്തുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടി പ്രസിദ്ധീകരിച്ച വാട്സപ്പ് നമ്പർ ഏതൊക്കെയോ തൽപര കക്ഷികൾ ചേർന്ന് സ്പാം റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഒരു നമ്പർ പോയാൽ വേറെ 1000 നമ്പർ വരും എന്നാണ് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ജനം, കോഴിക്കോട്. പാർട്ടി നടപടി നേരിട്ട PK ശശിയുടെ KTDC ചെയർമാൻ സ്ഥാനം ഇനി മുഖ്യമന്ത്രിയുടെ കയ്യിൽ. മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ എന്ന പാർട്ടിയിൽ ധാരണ. ശശിയെ CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. പാർട്ടി ഫണ്ട് തിരിമറി നടത്തിയതിന് നടപടി നേരിട്ട CPM മുൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PK ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കൂടി നീക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് പാലക്കാട് ജില്ലാ നേതൃത്വം നൽകിയ ശുപാർശയിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി എടുക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് മേഖല റിപ്പോർട്ടിംഗിൽ ശശിക്കെതിരെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. പാർട്ടി വളർത്താൻ PK ശശി ഒന്നും ചെയ്തില്ല. ജില്ലാ സെക്രട്ടറിയെ വ്യാജ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. സ്വന്തം നേട്ടത്തിന് പാർട്ടിയെ ഉപയോഗപ്പെടുത്തി. നീചമായ പ്രവൃത്തികളാണ് ശശി ചെയ്തതെന്ന് ഉൾപ്പെടെയായിരുന്നു വിമർശനം. എന്നാൽ ശശിയെ CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇതുവരെ തീരുമാനമായിട്ടില്ല. പാർട്ടി ആവശ്യപ്പെട്ടിട്ടും ശശി തൽസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അതേസമയം പൊതുവേദിയിൽ മുഖ്യമന്ത്രിയെ മഹാനെന്നുൾപ്പെടെ വിശേഷിപ്പിച്ച PK ശശിക്കെതിരെ പിണറായി വിജയൻ എന്തു നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ജനം, പാലക്കാട്. സ്പീക്കർ AN ഷംസീറിന്റെ പ്രസ്താവനയെ തള്ളി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ADGPയെ പറ്റി ഷംസീർ പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു. CPM തന്നെ ഷംസീറിന്റെ പ്രസ്താവനയെ തള്ളി പറഞ്ഞിട്ടുണ്ടെന്നും ചിറ്റയം ഗോപകുമാർ പാലക്കാട് പറഞ്ഞു. CPM-കാരനായ സ്പീക്കർക്കെതിരെ CPI പ്രതിനിധിയായ ഡെപ്യൂട്ടി സ്പീക്കറുടെ നിലപാട് ഏറെ ചർച്ചയായിട്ടുണ്ട്. BJP RSS വലിയ സംഘടനയെന്ന സ്പീക്കറുടെ അഭിപ്രായം തികച്ചും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പൂർണ്ണമായിട്ടും ഞാൻ അതിനെ എതിർക്കുന്നു. CPM-ൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിനോട് വന്നിട്ടുണ്ട്. അത് ആ പാർട്ടി ആലോചിക്കേണ്ട വിഷയമാണ്. ആ പാർട്ടിയാണ് അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമായ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിനും ടൂറിസം വകുപ്പിനും രൂക്ഷ വിമർശനവുമായി ആലപ്പുഴയിലെ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ. ലഹരി കടത്തുകാരനെ ചേർത്തു പിടിക്കുന്ന സംസ്കാരമാണ് ജില്ലയിലെ പാർട്ടി മന്ത്രിക്കെന്നും ആലപ്പുഴ വടക്ക് ഏരിയ പരിധിയിലെ ബ്രാഞ്ച് സമ്മേളനത്തിൽ വിമർശനം. യുവജന വിദ്യാർത്ഥി സംഘടനകളിൽ ലഹരി വ്യാപനവും അമിത ആഡംബരവും വ്യാപകമെന്നും സമ്മേളനങ്ങൾ കുറ്റപ്പെടുത്തി.
ആലപ്പുഴ ജില്ലയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന് ഏൽക്കേണ്ടി വരുന്നത് രൂക്ഷ വിമർശനമാണ്. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ കഴിവുറ്റ മന്ത്രിമാരെ മാറ്റി നിർത്തിയതിനെ മുഖ്യമന്ത്രിയുടെ സ്വാർത്ഥ നീക്കത്തിന് അന്നത്തെ പാർട്ടി നേതൃത്വം കുടപിടിച്ചു എന്ന വിമർശനമാണ് ചിലർ ഉയർത്തിയത്. നെഹ്റു ട്രോഫി ജലമേള അട്ടിമറിക്കാൻ ശ്രമിച്ച ടൂറിസം മന്ത്രി പാർട്ടിയുടെ ശേഷിച്ച അടിവേരുകൾ കൂടി പിഴുതെറിയാൻ പ്രതിപക്ഷത്തിന് ആയുധമാകുന്നുവെന്ന വിമർശനവും കുട്ടനാട്, ആലപ്പുഴ, ഹരിപ്പാട് ഏരിയ പരിധികളിൽ നിന്നും ഉയർന്നു. ആഭ്യന്തരമന്ത്രിയുടെ പിടിപ്പുകേടും സമ്മേളന പ്രതിനിധികൾ വിമർശനമാക്കി. ലഹരി വ്യാപനത്തിൽ ഡിവൈഎഫ്ഐ, SFI പ്രവർത്തകർ പങ്കാളികളാകുന്നതും ഇവർക്കിടയിൽ DJ പാർട്ടികളടക്കമുള്ള ആഡംബരങ്ങൾ ഏറുന്നതായും വിമർശനമുയർന്നു. ലഹരി കടത്തു കേസിൽ ആരോപണ വിധേയനായ നഗരസഭാ അംഗത്തെ ഒപ്പം ചേർത്ത് നിർത്തുന്ന സംസ്കാരമാണ് സാംസ്കാരിക മന്ത്രി സമൂഹത്തിന് കൈമാറുന്നതെന്നും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആരോപണമുയർന്നു. ചിന്താ ജെറോമും തിരുവനന്തപുരം മേയറും പാർട്ടിക്ക് മാനക്കേടുണ്ടാക്കുന്നത് ചില്ലറയല്ലെന്നും പാർട്ടി നേതൃത്വം ഇത് തിരിച്ചറിഞ്ഞ് തിരുത്തണമെന്നും ഹരിപ്പാട് ഏരിയ പരിധിയിലെ സമ്മേളനത്തിൽ അഭിപ്രായമുയർന്നു. ഇതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ചെങ്ങന്നൂർ, മാന്നാർ ഏരിയ പരിധിയിൽ നിന്നും ശക്തമായ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാതെ തെറ്റിന് കൂട്ടുനിൽക്കുകയും സർക്കാരിന്റെ വീഴ്ചകൾ മുതലെടുക്കുകയും ചെയ്യുന്ന സമീപനം തിരിച്ചറിയുന്നുണ്ടെന്നായിരുന്നു ഒരു വിമർശനം. പാർട്ടിയും സർക്കാരും ജനങ്ങളിൽ നിന്ന് അകന്നതോടെ തുടർഭരണ പ്രതീക്ഷ നഷ്ടപ്പെട്ട പാർട്ടി സെക്രട്ടറി അധികാരമാറ്റത്തിലൂടെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നതായും മുഖ്യമന്ത്രിയെ തിരുത്താൻ തക്ക നട്ടലുള്ളവർ കുറെ കാലമായി പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തപ്പെടുന്നില്ലെന്നും സമ്മേളനത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കുന്നതോടെ സംസ്ഥാനത്തുടനീളം പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യത്തിന്റെ മുഖം കൂടുതൽ വ്യക്തമാകും. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണമെന്ന് WCC അംഗങ്ങൾ. വനിതകൾക്ക് ലൊക്കേഷനിൽ സൗകര്യം ഉറപ്പാക്കണം. ഹേമ കമ്മിറ്റിയിലെ ശുപാർശകൾ അംഗീകരിക്കണമെന്നും ആവശ്യം. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു WCC അംഗങ്ങൾ. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കോടതി നിർദ്ദേശം അനുസരിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞു തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച്, ഗവൺമെന്റ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. മുന്നോട്ടാണ്, സൊല്യൂഷൻ ബേസ്ഡ് ആണ്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, എന്തെല്ലാം കാര്യങ്ങളാണ് WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചത്? രോഹിണി, അല്പസമയം മുൻപാണ് WCC അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് റീമ കല്ലിങ്കൽ, ദിദി ദാമോദരൻ, അതോടൊപ്പം തന്നെ രേവതി, ബീന പോൾ, ആശ ജോസഫ് എന്നിവരാണ് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. അതിനുശേഷം പുറത്തിറങ്ങിയ കൃത്യമായ ഒരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയില്ല. എങ്കിൽ പോലും റീമ കല്ലിങ്കൽ പ്രതികരിച്ചിരുന്നു. അതായത് മുന്നോട്ടുള്ള തുടർ നടപടികൾ കൃത്യമായി സർക്കാരിനെ അറിയിച്ചു എന്നുള്ളതാണ് റീമ കല്ലിങ്കലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അതായത് ഈ ഒരു തുടർ കമ്മിറ്റി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ WCC മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം SITയുടെ പ്രവർത്തനത്തിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണം ശരിയായ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഈ ആരോപണവുമായി, അതായത് ഇത്തരത്തിൽ ഒരു കൃത്യമായ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നവരുടെ, നടിമാരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് പ്രധാനമായും മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. അവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ അത്തരത്തിൽ അത് പരസ്യപ്പെടുത്താൻ പാടില്ല. ആ ഒരു സ്വകാര്യത എപ്പോഴും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി WCC മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ പോഷ് നിയമം വളരെ കർശനമായി തന്നെ നടപ്പിലാക്കണം. സിനിമാ സെറ്റുകളിൽ ഉൾപ്പെടെ പോഷ് നിയമം വളരെ കർശനമായി നടപ്പിലാക്കണം എന്നുള്ള രണ്ടാമത്തെ ആവശ്യം മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ നയ രൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് സർക്കാർ ഉയർത്തിപ്പിടിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവുമാണ് മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ WCC ഓരോ ദിവസവും അവരുടെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ ആദ്യം
ഓരോരുത്തർക്ക് ബംഗാളി നടി ശ്രീലേഖ മിത്ര ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നു. പിന്നീട് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ആരോപണവുമായി നടി രംഗത്ത് വരുന്നുണ്ട്. അത്തരത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആരോപണ വിധേയർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ കൃത്യമായി തന്നെ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. തുടർ നടപടികൾ കൃത്യമായി തന്നെ സ്വീകരിക്കണം. പോഷ് നിയമം ഉൾപ്പെടെ കർശനമായി നടപ്പിലാക്കണം തുടങ്ങിയ ചില നിർദ്ദേശങ്ങളാണ് WCC ഇപ്പോൾ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ ഈ കാര്യങ്ങൾ, അതായത് WCC മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ നമുക്കറിയാം, ഈ 4 വർഷങ്ങൾക്ക് മുൻപാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറിയത്. അതിനുശേഷം ഇത്രത്തോളം വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ തന്നെ പ്രമുഖരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഒരു നിലപാടിന്റെ ഭാഗമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നീട് പ്രസിദ്ധീകരിച്ച സമയത്തും പ്രമുഖരായവരുടെ പേര് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഖണ്ഡികകൾ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കാതിരുന്നിട്ട് പോലും അത് സർക്കാർ മനഃപൂർവ്വം ഒഴിവാക്കിയതിനു ശേഷം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ആരോപണ വിധേയരായിട്ടുള്ള മുകേഷ് MLA ഉൾപ്പെടെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എപ്പോഴും സ്വീകരിച്ചു വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി തുടർന്നുള്ള അന്വേഷണവും ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം കൃത്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം അതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ ഭാഗത്തുൾപ്പെടെ കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പലതരത്തിൽ ഓരോ നടിമാരും വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നതിന് പിന്നാലെ ഈ ഒരു വിഷയം മിസ്ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. നിവിൻ പോളിക്കെതിരെ ഒരു നടി പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത് വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളത് ചില തെളിവുകളിൽ കൂടെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള പല വിഷയങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിലവിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെല്ലാം തന്നെ അതിൽ ചില നിർദ്ദേശങ്ങൾ, അതായത് എന്തൊക്കെ തരത്തിൽ മുന്നോട്ട് പോകണം, ഹൈക്കോടതിയുടെ കൂടി കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള ഒരു നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നിലവിൽ WCC സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ സർക്കാർ ഉറപ്പ് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഉറപ്പാണ് സർക്കാർ കൈമാറിയിട്ടുള്ളത്. പക്ഷേ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ അന്വേഷണ സംഘം രൂപീകരിച്ചതിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് WCC മുഖ്യമന്ത്രിയെ അറിയിച്ചത്. രോഹിണി. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണ സംഘത്തിനുമേൽ സമ്മർദ്ദമുണ്ടായിട്ടുണ്ടെന്ന് നടന്മാർക്കെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയ പരാതിക്കാരി. മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. MLA കൂടിയായ മുകേഷിനെ സർക്കാർ സംരക്ഷിക്കുന്നു. റിട്ടയർഡ് SP-യുടെ മകളെ വരെ ദേശീയ പുരസ്കാരം നേടിയ നടൻ പീഡിപ്പിച്ചെന്നും നടി ആരോപിക്കുന്നു. എല്ലാവർക്കും പാസ്വേഡ് വിശ്വസിച്ച് കൊടുത്തത് ഞാൻ എത്തിക്കാം. പക്ഷെ ഇന്നലെ തൊട്ട് എനിക്ക് ഫേസ്ബുക്ക് ആക്സസ് ഇല്ല. അപ്പോൾ അവർക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക, മുകേഷിൻ്റെ ഒക്കെ എന്തെങ്കിലും ഐഡിയ കാണാൻ എനിക്കറിയില്ല. ഇപ്പം നാളെ എന്നെ തന്നെ ഇല്ലാണ്ടാക്കാം. ഇപ്പം തന്നെ 10-60 സ്ത്രീകൾ, ആർട്ടിസ്റ്റുകൾ ഇന്ന് മുൻപോട്ട് വരാൻ റെഡിയായിരിക്കുകയാണ്. റിട്ടയർഡ് ACP-യുടെ മകളെ 4 ദിവസമാണ് നാഷണൽ അവാർഡ് കിട്ടിയ പ്രമുഖനായ ഒരു നടൻ പീഡിപ്പിച്ചത്. ആ സ്ത്രീയും ഇന്ന് പുറത്ത് പറയാൻ മൊഴി കൊടുക്കാൻ റെഡിയായിരിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തെ എന്തുകൊണ്ട് അദ്ദേഹം വലിയ സീരിയസ് ആയിട്ടൊരു ഓഫൻസ് ചെയ്ത ഒരാളെ ആരാണ് പുള്ളിക്കാരനെ ഇൻഫ്ലുവൻസ് ചെയ്ത് പുള്ളിക്കാരനെ രക്ഷിക്കാൻ? അതായത് ഇപ്പം ഞാനും മുകേഷുമായിട്ട് ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആക്കാനാണ് ഇപ്പം ഇന്ന് ഈ പാർട്ടിക്കാർ ശ്രമിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടി വരും. അതിനാൽ പോലീസ് ജാഗ്രത പാലിക്കണമെന്ന് DGP മുന്നറിയിപ്പ് നൽകി. പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നൽകേണ്ടി വന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. CCTV ദൃശ്യങ്ങൾ നൽകണമെന്ന് വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. പകർപ്പ് ജനം TVക്ക്. 2023 പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉദ്യോഗസ്ഥരുടെ മർദ്ദനമേറ്റതായുള്ള ഹോട്ടൽ ജീവനക്കാരുടെ പരാതിയിലാണ് വിവരാവകാശ കമ്മീഷൻ നിർണായക ഉത്തരവ് നൽകിയിരുന്നത്. മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ജീവനക്കാർ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല. ഇതോടെ ആ സമയത്തെ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് പരാതിക്കാർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു. ദൃശ്യങ്ങൾ പരാതിക്കാർക്ക് നൽകാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. എന്നാൽ ഇതിനെതിർത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ നൽകുന്നതിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. മാവോയിസ്റ്റ് ആക്രമണ വിഷയങ്ങൾ ഉൾപ്പെടെയാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇത് വിവരാവകാശ കമ്മീഷൻ പൂർണ്ണമായും അംഗീകരിച്ചില്ല. ഇതോടെ ദൃശ്യങ്ങൾ നൽകേണ്ടി വന്ന സാഹചര്യത്തിലാണ് DGP-യുടെ ജാഗ്രതാ മുന്നറിയിപ്പ്. പീച്ചിയിൽ പോലീസ് മർദ്ദിച്ചതായുള്ള പരാതിയിൽ കഴമ്പുണ്ടെന്ന് DGP പറയുന്നു. ഇത്തരം ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തുവരുന്നത് പോലീസിന്റെ പ്രതിച്ഛായ തകർക്കും. മാത്രമല്ല CCTV ദൃശ്യങ്ങൾ പോലീസിനെതിരെ തെളിവായി മാറുമെന്നും DGP ചൂണ്ടിക്കാട്ടുന്നു.
ഇതിനാൽ പോലീസ് ജാഗ്രത പാലിക്കണമെന്നാണ് ആവശ്യം. ജില്ലാ പോലീസ് മേധാവികൾ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും DGP ആവശ്യപ്പെടുന്നു. R. രാജീവ്, ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം വെള്ളറടയിൽ ബൈക്ക് അപകടത്തെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ സുരേഷിന്റെ മരണകാരണം ആന്തരിക ക്ഷതമെന്ന് പ്രാഥമിക നിഗമനം. അപകടത്തിന് പിന്നാലെ സുരേഷിനെ ബൈക്ക് യാത്രികർ മുറിയിൽ എത്തിച്ച ശേഷം കടന്നുകളയുകയായിരുന്നു. ബൈക്ക് യാത്രികർ സുരേഷിനെ മുറിയിൽ എത്തിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. എന്നാൽ കൊല്ലപ്പെട്ട സുഭദ്രയെ അറിയാമെന്ന് മാത്യുവിന്റെ കുടുംബം. മാത്യുവിന്റെ ഭാര്യ ഷർമിളയും സുഭദ്രയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനാൽ തർക്കമുണ്ടായി. മാത്യുവും ഷർമിളയും സ്ഥിരം മദ്യപാനികളെന്നും കുടുംബം പറഞ്ഞു. അവരെ പിടിക്കണം, ഇവർ രണ്ടുപേരെ എവിടെ പോയെന്നാലും പിടിക്കണം. ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കാം. ഇവിടെ പിടിച്ച് തൂക്കിക്കൊല്ലണമെന്നേ പറയത്തുള്ളൂ. എൻ്റെ മകനായ തൂക്കിക്കൊല്ലണം. ഒരു മാതാപിതാക്കന്മാർക്ക് ഇതുപോലത്തെ ഗതി ഉണ്ടാകരുത്. ഞങ്ങൾക്ക് വന്ന ഒരു ആന്തരിയാണ്. പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ആർക്കും മനസ്സിലാകില്ല. ഭയങ്കരമായിട്ട് മദ്യപിക്കും. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മദ്യപിക്കും. ഒരിക്കലും കുറച്ച് ഒരു വീട്ടിലാക്കിയാണ് പോയി മദ്യപിച്ച് ഇവിടെ വന്നു കിടന്ന് രാത്രി വന്നു കിടന്നിട്ട് രണ്ടും ഭയങ്കര വഴക്കാണ്. അവരും മദ്യപിക്കും. രണ്ടും കൂടെ വഴക്കാണ്. രാജ്യത്ത് അടുത്തിടെ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടങ്ങളിൽ ബോധപൂർവമായ ഗൂഢാലോചന നടന്നതായി അന്വേഷണ ഏജൻസികളുടെ നിഗമനം. സംഭവങ്ങളിലെ ഭീകരവാദ ബന്ധം അന്വേഷിക്കുന്നു. അടുത്തിടെ കാൺപൂരിലും രാജസ്ഥാനിലെ അജ്മീറിലും ഉണ്ടായ ട്രെയിൻ അട്ടിമറി ശ്രമത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ചില അപകടങ്ങൾ സ്വാഭാവികമായി ഉണ്ടായെങ്കിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്ത പല ട്രെയിൻ അപകടങ്ങൾക്ക് പിന്നിലും ബോധപൂർവമായ ഗൂഢാലോചനയും പ്രവർത്തനവും ഉണ്ടായെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. കാൺപൂരിൽ കാളിന്തി എക്സ്പ്രസിന് മുൻപിൽ റെയിൽവേ പാളത്തിൽ ഗ്യാസ് സിലിണ്ടർ വെച്ച് അപകടമുണ്ടായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത്. കാൺപൂരിലും രാജസ്ഥാനിലെ അജ്മീറിലും പാളത്തിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ട്രെയിൻ അപകടമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ മനഃപൂർവ്വം ട്രെയിൻ അപകടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അട്ടിമറി നടത്താൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇത്തരം അട്ടിമറി ശ്രമങ്ങൾക്ക് പിറകിലെ ഭീകരവാദ ബന്ധം സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. റെയിൽവേയും ഇത്തരം കേസുകളിൽ പ്രത്യേക അന്വേഷണം ആരംഭിച്ചു. കാൺപൂരിൽ കാളിന്തി എക്സ്പ്രസിന് മുൻപിൽ ഗ്യാസ് സിലിണ്ടർ വെച്ച് അപകടമുണ്ടാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ NIA പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ജനം, ഡൽഹി. ആദ്യ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ പോരടിച്ചും നിലപാട് പറഞ്ഞും ട്രംപും കമല ഹാരിസും. അമേരിക്കയുടെ സാമ്പത്തിക രംഗവും വിദേശകാര്യവും തൊഴിലില്ലായ്മയും എല്ലാം ഡിബേറ്റിൽ പരാമർശിക്കപ്പെട്ടു. 1.5 മണിക്കൂർ നീണ്ടുനിന്ന ഡിബേറ്റിൽ വിമർശിച്ചും വിശദീകരിച്ചും ഇരു നേതാക്കളും മുന്നേറി. സാമ്പത്തിക വിഷയങ്ങളിലൂന്നിയ ചർച്ചകളാണ് തുടക്കം മുതലേ ഡിബേറ്റിൽ പ്രതിഫലിച്ചത്. രാജ്യത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെന്ന് കമല ഹാരിസിന്റെ നിലപാടുകളുടെ മുനയൊടിക്കുന്നതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. First of all, they bought their chips from Taiwan. We hardly make chips anymore because of philosophies like they have and policies like they have. I don't say her because she has no policy. Everything that she believed 3 years ago and 4 years ago is out the window. She's going to my philosophy now. In fact, I was going to send her a MAGA hat. She's gone to my philosophy. But if she ever got elected, she'd change it. And it will be the end of our country. She's a Marxist. രാജ്യത്തെ തൊഴിലില്ലായ്മ കൃത്യമായി ട്രംപ് ചൂണ്ടിക്കാട്ടി. പണപ്പെരുപ്പവും ഉൽപാദനത്തിലുണ്ടായ കുറവും ട്രംപ് വിമർശനമായി ഉന്നയിച്ചു. അതേസമയം ജീവിത നിലവാരം ഉയർത്തുന്നതിനും പാർപ്പിടങ്ങൾ ഒരുക്കുന്നതിനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കൃത്യമായ ഇടപെടലുണ്ടായി എന്ന് കമല ഹാരിസ് പറഞ്ഞു. കുടിയേറ്റ വിഷയം ഇത്തവണയും ഡിബേറ്റിൽ ചർച്ചയായി. വിഷയം ഉന്നയിച്ച ട്രംപ് പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ഊതിക്കത്തിക്കുന്നുവെന്നും കമല ഹാരിസ് പറഞ്ഞു. അതിർത്തി സംരക്ഷണ ബിൽ ഉൾപ്പെടെ തങ്ങൾ വിഭാവനം ചെയ്യുന്നുവെന്നും കുറ്റവാളികളെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് തടയുമെന്നും കമല ഹാരിസും പറഞ്ഞു. എന്നത്തെയും പോലെ ഗർഭഛിദ്ര നിയമവും ചർച്ചയായി. സ്ത്രീകളുടെ പ്രത്യുൽപാദനപരമായ അവകാശങ്ങൾ സംബന്ധിച്ച് അനുകൂല നിലപാടാണെന്ന് കമല പറഞ്ഞപ്പോൾ കുട്ടികളെ കൊന്നുകളയാനുള്ള വഴിയാണ് അത്തരം നീക്കങ്ങളെന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു ട്രംപ്. അതിരൂക്ഷമായ വിമർശനമാണ് കമലയ്ക്കെതിരെ ട്രംപിന്റെ ഭാഗത്തു നിന്നും പിന്നീടുണ്ടായത്. അറേബ്യൻ ഇസ്രായേലി ജനതയെ കമല ഹാരിസ് വെറുക്കുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു. അതേസമയം റഷ്യ ഏകാധിപതിയാണെന്ന നിലപാട് പറഞ്ഞ കമല ഹാരിസ് ഏകാധിപതികളെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഏകാധിപതിയാണ് ട്രംപ് എന്നും വിമർശിച്ചു. ഇത്തരത്തിൽ തുടർച്ചയായി കൊണ്ടും കൊടുത്തും 1.5 മണിക്കൂറോളം ചർച്ച മുന്നേറി.
അന്തിമ നിലപാട് പറയാനുള്ള അവസരം ടോസിലൂടെ നേടിയത് ട്രംപ് ആണെങ്കിലും ചർച്ചയിലുടനീളം സജീവ സാന്നിധ്യമാകാൻ കമലയ്ക്കായി. ആദ്യ ഡിബേറ്റിൽ തന്നെ മികച്ച പ്രകടനം കമല നടത്തിയെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം നാട്ടുവിശേഷം കാണാം. നമസ്തേ.